നമസ്കാരം. 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3യെ കുറിച്ച് ഒരു റിവ്യൂവും അതിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3 ആദ്യത്തെ 2 സ്റ്റേജിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ചോദ്യവും എഴുതാൻ പറ്റുന്നതായിരുന്നില്ല. എങ്കിലും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ കൂടുതലായിരുന്നു എന്ന് വേണം തേർഡ് സ്റ്റേജിൽ കരുതാനായിട്ട്. സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ കുറച്ച് മാത്രമാണ് തേർഡ് സ്റ്റേജിൽ ചോദിച്ചതെന്നതും തേർഡ് സ്റ്റേജ് എക്സാമിനെ കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് കാരണമായി. സ്റ്റേജ് 3യെ പറ്റി നോക്കുമ്പോഴത്തേക്ക് മറ്റ് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് LGS പോലെയുള്ള ചെറിയ എക്സാംസിന് ചോദിച്ചിരുന്ന പോലത്തെ ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം, അതേപോലെ കർഷക ദിനം എന്നാണെന്നുള്ള ചോദ്യം, ഇതുപോലെ പണ്ട് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എക്സാമിന് കയറി വന്നിട്ടുണ്ട്. ഇത് ഏത് തരം ട്രെൻഡാണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ട്രെൻഡ് പരിശോധിക്കാനായിട്ടാണ് എങ്കിൽ 10th പ്രിലിംസിൻ്റെ സ്റ്റേജുകൾ പലപ്പോഴും പല ഡിഫിക്കൽറ്റി ലെവലിൽ, പല പ്രയാസ ലെവലുകളിൽ ചോദിക്കാറുണ്ട്. ചില സ്റ്റേജുകൾ പൊതുവെ എളുപ്പമായിട്ടും ചില സ്റ്റേജുകൾ ഡിഫിക്കൽട്ടായിട്ടും ചോദിക്കാറുണ്ട്. അത് 10th പ്രിലിംസ് മാത്രമല്ല, ഡിഗ്രി ലെവൽ പ്രിലിംസും അതേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാര്യം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും പല സ്റ്റേജുകൾ പല രീതിയിൽ ഡിഫിക്കൽറ്റി തന്നെ ആയിപ്പോകും. കാര്യം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നവരുടെയും പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ എളുപ്പമുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഒരു ചോദ്യകർത്താവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഇരുന്ന് നോക്കിയാലും ആദ്യത്തെ 2 സ്റ്റേജുകളേക്കാളും വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു ഇത്. അപ്പോൾ എളുപ്പത്തിലുള്ള ചോദ്യപേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ രീതിയിലുള്ള കോച്ചിങ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ സാധാരണ 1 വേർഡ് ചോദ്യങ്ങൾ പ്രയാസമുള്ളതായിരിക്കും. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസും പണ്ടത്തെ രീതിയിലുള്ള കോച്ചിങ് തുടർന്ന് വരുന്ന, ക്ലാസ് റൂം കോച്ചിങ്, ഓഫ്ലൈൻ കോച്ചിങ് തുടർന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവരെ സംബന്ധിച്ചോളം പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് എളുപ്പം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എലിമിനേഷൻ രീതിയിലൂടെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. 1 വേർഡ് ചോദ്യങ്ങളെക്കാളും കൂടുതൽ ശരിയാക്കാൻ എനിക്ക് എളുപ്പമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. അത് ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിൽ അത്രയും എളുപ്പമാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട്. കാരണം ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൂടുതലും ലോജിക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ കാണാതെ പഠിച്ചിട്ട് ഒരു ഫാക്റ്റ് പഠിച്ചിട്ട് ചെയ്യുന്നതല്ല. പരീക്ഷ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഡിഗ്രി ലെവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാൻ എക്സാം എഴുതുന്നത്. പക്ഷേ മറ്റൊരാൾക്ക് നേരെ തിരിച്ചായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പമാക്കുന്നത്, പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വേർഡ് ചോദ്യങ്ങളെക്കാൾ എളുപ്പത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എളുപ്പമുള്ള ഒരു വിഭാഗം ഇപ്പോൾ PSC പഠിക്കുന്നതിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ എക്സാം അവർക്ക് കുറച്ച് ടഫായിട്ട് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ട്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് 1 വേർഡ് ചോദ്യങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവർക്ക് 1 വേർഡ് ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചോളം LGS എക്സാമോ LDC എക്സാമോ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ ഒരുപാട് പേര് അവരൊന്നും ഈ LDC കിട്ടിയെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ LDC പ്രൊഫൈൽ മെസ്സേജ് വന്നെന്ന് പറഞ്ഞോ, LGS കിട്ടിയെന്ന് കരുതി ഒന്നും പഠിത്തം നിർത്തത്തൊന്നുമില്ല. ഭൂരിഭാഗം പേര് 95% പേരും എന്തായാലും വന്ന് ഈ പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരിക്കും. അവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സാം ആയിരിക്കും. ഫസ്റ്റ് 2 സ്റ്റേജുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേജിന് ഈ ഉള്ള ഫാക്ടേഴ്സ് എല്ലാം തേർഡ് സ്റ്റേജിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ ആദ്യത്തെ 2 സ്റ്റേജുകളേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം ചെയ്യാൻ പ്രയാസമുള്ള 2-3 ചോദ്യങ്ങൾ ഹാരപ്പൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും ഉത്തരം ചെയ്യാൻ പ്രയാസമുള്ള ഒരു 4-5 ചോദ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പല ചോദ്യങ്ങളും അപ്രോച്ചബിൾ ആയിരുന്നു, നെഗറ്റീവ് വരാൻ സാധ്യത കുറവുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കട്ട് ഓഫിനെ കുറിച്ച് സംസാരിച്ച് പോകാനാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ഒരു എക്സാം അത്യാവശ്യം ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എൻ്റെ സിസ്റ്ററിന് എക്സാം ഉണ്ടായിരുന്നു, ഞാൻ നോക്കി കുറച്ച് പേപ്പർ വിശദമായിട്ട് തന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരു സിമ്പിൾ എക്സാം ഫസ്റ്റ് 2 സ്റ്റേജുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിമ്പിൾ എക്സാം ആയിരുന്നു. LGS എക്സാം വെച്ച് നോക്കുമ്പോഴത്തേക്കും സിമ്പിൾ എക്സാം ആയിരുന്നു. LGS എക്സാം വെച്ച് നോക്കുമ്പോഴും സിമ്പിൾ എക്സാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സ്റ്റുഡൻറ്റിന് 70 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു എക്സാം ഇപ്പോൾ ഒരു മെയിൻസ് എക്സാം ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ
ഒരു 85+ കട്ട് ഓഫ് വരും. ശ്രദ്ധിച്ചോണം, പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. മെയിൻസ് എക്സാം ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നതെങ്കിൽ ഒരു 85+ കട്ട് ഓഫ് വരാം. നമ്മുടെ നോർമലൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ 85+ കട്ട് ഓഫ് വരാവുന്ന ഒരു എക്സാമാണ്, അല്ലെങ്കിൽ 85 കട്ട് ഓഫ് വരാവുന്ന ഒരു എക്സാമാണ്. വളരെ കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റിന് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ. പക്ഷേ അസിസ്റ്റന്റ് ടൈം കീപ്പർ പോലുള്ളൊരു പോസ്റ്റിനൊക്കെ വേണ്ടിയാണ് ഇത് മെയിൻസ് എക്സാം ആയിട്ട് നടത്തുന്നതെങ്കിൽ. പക്ഷേ ഇതൊരു പ്രിലിംസ് എക്സാമാണ്. പ്രിലിംസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് 80കളിലോട്ടും 75കളിലോട്ടും ഒന്നും കട്ട് ഓഫ് അല്ല, നമ്മുടെ കിട്ടുന്ന മാർക്ക് പോകേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് ചിലപ്പോൾ അതിലോട്ടൊക്കെ പോവാം, പക്ഷേ ഒരു ഏകീകൃതമായിട്ടുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും സെക്രട്ടറി പോലുള്ള എക്സാമിന് അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമിന് വരുന്നത്. എല്ലാ സ്റ്റേജിലും കൂടി ഏകീകരിച്ചുകൊണ്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിന് കിട്ടുന്ന മാർക്ക് ചിലപ്പോൾ നോർമലൈസേഷൻ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. അതായത് നമുക്ക് കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 7-8 മാർക്ക് മാക്സിമം ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം, അതിൽ കൂടുതൽ കിട്ടിയേക്കാം. എങ്കിലും ഒരു 7-8 മാർക്ക് വരെ മാത്രമേ കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ കൂട്ടത്തിൽ. സെക്രട്ടറി OAക്ക് ഒരു 78 മാർക്കാണ് ഏകീകരിച്ച് കട്ട് ഓഫ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു 8 മാർക്കാണ് നമുക്ക് നോർമലൈസേഷൻ വഴി കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 78ൽ നിന്ന് ഒരു 8 മാർക്ക് കുറച്ച് 70 മാർക്ക്, അതായത് 78 മാർക്കാണ് സെക്രട്ടറി OAക്ക് കട്ട് ഓഫ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു സ്റ്റേജ് എഴുതിയ ഒരാൾക്ക് 70 മാർക്കുണ്ട്, അയാൾക്ക് 8 മാർക്ക് മാത്രം നോർമലൈസേഷൻ വഴി കൂട്ടി കിട്ടി. അതായത് 70 മാർക്കുള്ള ആൾക്ക് 78 ആയിട്ട് പ്രൊഫൈലിൽ വന്നു. അങ്ങനെ വിചാരിക്കുക. അവിടെ 78 ആയിരിക്കും സെക്രട്ടറിയുടെ കട്ട് ഓഫ് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാനാണ് എങ്കിൽ 70 മാർക്ക് ഉണ്ടെങ്കിൽ സേഫാണ്. ഇനി നിങ്ങൾക്കൊരു ചോദ്യം വരാം, 68 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫാണോ, 67 ഉണ്ടെങ്കിൽ സേഫാണോ, 65 ഉണ്ടെങ്കിൽ സേഫാണോ? ഇതിന് ഒരു ഉത്തരമായിട്ട് ഏത് കാറ്റഗറി ആണെങ്കിലും, SC ആണെങ്കിലും OBC ആണെങ്കിലും ST ആണെങ്കിലും ഏത് കാറ്റഗറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കട്ട് ഓഫ് PSC ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറി മെയിൻസ് എക്സാം എഴുതാൻ പറ്റും. അതിന് 70 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഈസി ആയിട്ട് 70 തൊട്ട് 75 വരെയൊക്കെ സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ടാവും, അതിന് മുകളിലും സ്കോർ ചെയ്തവരും ഉണ്ടാവും. പക്ഷേ ഒരു 70 മാർക്ക് സ്കോർ ചെയ്ത ഒരാളുണ്ട് എങ്കിൽ അയാൾ ഏത് കാറ്റഗറി ആണ് എങ്കിലും അയാൾക്ക് മെയിൻസ് എക്സാമിലോട്ട് കടക്കാനായിട്ട് സാധിച്ചേക്കും എന്നല്ല, സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് 68 ആണ്, 67 ആണ്, OBC ആണ്, SC ആണ്, ST ആണ്, ഏത് കാറ്റഗറി ആണെങ്കിലും 70ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഉണ്ടാകുമോ, മെയിൻ ലിസ്റ്റിലോട്ട് മെയിൻ എക്സാമിലോട്ട് നിങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എത്ര പേരെ ഇതിന്റെ മെയിൻസ് എക്സാം എഴുതാനായിട്ട് PSC എടുക്കും എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ ഉറപ്പിച്ച് പറയാണ്, 70ൽ താഴെയാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ PSC എത്ര പേരെയാണ് സെക്രട്ടറിയുടെ മെയിൻസ് എഴുതാനായിട്ട് എടുക്കുന്നത് അതനുസരിച്ചിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണത്തിലും മാർക്കിലും വ്യത്യാസം വരാം. ക്ലിയർ ആണല്ലോ? ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാം ആണ് വരുന്നതെങ്കിലും ഇതേപോലെ കൂടുതൽ ജനറലൈസ്ഡ് ആയിട്ട് 10th പ്രിലിംസ് കുറച്ച് വർഷങ്ങളായിട്ട് വിരലെണ്ണാവുന്ന കുറച്ച് വർഷങ്ങളായിട്ട് PSC നടത്തുന്നതാണ്. അതിൽ തന്നെ പലതവണയും കട്ട് ഓഫ് കൂട്ടിയും കുറച്ചും PSC എടുത്തിട്ടുണ്ട് പല പോസ്റ്റുകൾക്ക്. അപ്പോൾ സെക്രട്ടറി പോലുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് സംശയം തോന്നാൻ നേരത്തെ 80കളിലോട്ടൊക്കെ കട്ട് ഓഫ് പോകാമോ ഇല്ലെങ്കിൽ 60കളിലോട്ട് കട്ട് ഓഫ് വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ PSCനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ 70 മാർക്ക് സേഫ് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60 മാർക്ക് സേഫ് മാർക്കിലോട്ട് പോവാം. അപ്പോഴും ഇന്നത്തെ ഒരു സെനേറിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവലിൽ, ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ ലെവലിൽ എത്ര പേര് PSC എഴുതും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ലെവല് 70 മാർക്ക് തന്നെയാണ് സേഫ് മാർക്ക് എന്ന് കരുതുന്നത്. അപ്പോൾ ഇത്രയും 3 സ്റ്റേജുകൾ കഴിഞ്ഞു. 3 സ്റ്റേജുകളിൽ പരീക്ഷ എഴുതിയ, ആദ്യത്തെ സ്റ്റേജിലും 2ാമത്തെ സ്റ്റേജിലും 3ാമത്തെ സ്റ്റേജിലും പരീക്ഷ എഴുതിയ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളിനി പ്രിലിംസിന്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് എക്സാമിന് പഠിക്കാനായിട്ട്. പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് എക്സാമിന് പഠിക്കാനായിട്ട് ഇരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന ഡിഗ്രി ലെവൽ പോസ്റ്റിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നത് എക്സാമിന് ഒരാഴ്ച മുമ്പെയോ 10 ദിവസം മുമ്പേ എന്തോ ആണ് റിസൾട്ട് വന്നത്. ആ ഒരു എക്സാം പക്ഷേ ഡിഗ്രി ലെവൽ എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചോളം ചിലപ്പോൾ 3 മാസം തൊട്ട് 6 മാസം വരെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു എക്സാമാണ്. സ്ഥിരമായിട്ട് എഴുതുന്നവരെ സംബന്ധിച്ചോളം, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം വന്ന് എഴുതാനായിട്ട് 3 തൊട്ട് 6 മാസം വരെ ടൈം വേണമായിരുന്നു. പക്ഷേ പ്രിലിംസിന്റെ റിസൾട്ട് വന്നത് എക്സാമിന് 10 ദിവസം മുമ്പേ, 2 ആഴ്ച മുമ്പേ എന്തോ റിസൾട്ട് വന്നത്. അതായത് മാക്സിമം ഒരു 10 ദിവസം, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് അവർ എങ്ങനെയാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്? പക്ഷേ ഇത് PSCയെ സംബന്ധിച്ചോളം ഒരു തെറ്റല്ല, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല. PSCക്ക് ഒരു കാരുണ്യം തോന്നി മെയിൻസിന്
ഒരു 2 മാസം മുമ്പേയൊക്കെ റിസൾട്ട് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടാവും. പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം 2 മാസം സമയം പോലും വേണ്ടാതെ വരും സെക്രട്ടേറിയറ്റ് OA പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് പോലൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഇനി നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാം, ആരും പറയാത്ത ഒരു കാര്യവും കൂടി ഞാൻ പറയാം. എല്ലാവരും സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ടൈം കീപ്പർ പോലുള്ള ചെറിയ ചെറിയ എക്സാംസും കൂടി ഈ ഒരു പ്രിലിംസിന്റെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട്. ആ എക്സാംസിന് വേണ്ടി കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്ന വളരെ കുറവ് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു വേക്കൻസി കുറഞ്ഞൊരു പോസ്റ്റ് ആയിരിക്കും. വേക്കൻസി കുറവ് എന്ന് കരുതിയിട്ട് സാലറി കുറവായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ LDCയുടെ റാങ്ക് ലിസ്റ്റിലും വരാതെ LGSന്റെ റാങ്ക് ലിസ്റ്റിലും വരാതെ നിങ്ങൾക്ക് ലാസ്റ്റ് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20 പേരുള്ളൊരു മെയിൻ ലിസ്റ്റിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്, സപ്ലിമെന്റ് ലിസ്റ്റ് അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ടൈം കീപ്പർ പോലെയുള്ള എക്സാംസ് പോലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക. ഫോർത്ത് എക്സാം ഉള്ളവരോടും കൂടിയാണ് പറയുന്നത്. ആ ഒരു എക്സാമിന് വേണ്ടിയും കൂടി നിങ്ങൾ എഴുതുക, അറ്റൻഡ് ചെയ്യുക. അത് ശ്രദ്ധിച്ചോളാം. കാര്യം 10th പ്രിലിംസ് നെഗറ്റീവ് മാർക്ക് കുറവ് വരുന്ന ഒരു എക്സാമാണ്. കാര്യം ചോദ്യങ്ങൾ കൺഫ്യൂസിങ് അല്ല എങ്കിൽ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് മാർക്ക് കുറവായിരിക്കും. 10th പ്രിലിംസ് പോലെയുള്ള എക്സാമിന് നിങ്ങൾ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യത കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതൽ സാധ്യതയായിരിക്കും ഒരു LDC എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക്. LGS എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 10th പ്രിലിംസിനേക്കാളും കൂടുതൽ നെഗറ്റീവ് വരും. LDC എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് LGSനേക്കാളും കൂടുതൽ നെഗറ്റീവ് വരും. ഡിഗ്രി ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ. ചിലപ്പോൾ പോസിറ്റീവ് മാർക്കിനേക്കാളും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരാം. അങ്ങനെ വരാവുന്ന ഒരു എക്സാമാണ് ഡിഗ്രി ലെവൽ എക്സാം. എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് മാർക്ക് കൂടി വരാമെന്നാണ് പറഞ്ഞത്, വരുമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ പഠിത്തത്തിനനുസരിച്ച് മാറി വരാം. പക്ഷേ താഴോട്ട് പോകുന്നതോറും 10th പ്രിലിംസിലോട്ട് വരുന്നതോറും നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് കൂടുതൽ അറ്റൻഡ് ചെയ്യാം. അസിസ്റ്റന്റ് ടൈം കീപ്പർ പോലുള്ളതിന്റെ വരെ ലിസ്റ്റിലോട്ട് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് 4th സ്റ്റേജുള്ളവർ നോക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. 70 മാർക്ക് മുകളിലുള്ളവർക്ക് സേഫാണ്. പക്ഷേ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആർക്കും പഠിക്കാം. LDC സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും പഠിക്കാം. ഈ വീഡിയോ കാണുന്ന ആർക്കും പഠിക്കാം. നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ പ്രിലിംസ് അയച്ചിട്ടുണ്ട്, ഇനിയും എക്സാംസ് നിങ്ങൾക്കുണ്ട്, ഈ വർഷം നിങ്ങൾക്ക് ഏത് എക്സാം ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സെക്രട്ടറിയുടെ സിലബസ് LDC സിലബസിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എക്സാംസിനെല്ലാം വേണ്ടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.